പേടിക്കണ്ട ചേച്ചി, ഞങ്ങളെല്ലാരും ഉണ്ട്. ചേച്ചി, ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ചേച്ചിയുടെ നന്മയ്ക്ക് വേണ്ടിയാ. നിങ്ങളുടെ ആനിവേഴ്സറിയുടെ അന്ന് നിങ്ങൾ രണ്ടുപേരും അറിയാതെ ടേബിള് തീ പിടിപ്പിച്ച് നിങ്ങളുടെ ഫോട്ടോയിൽ ക്രോസ് വരച്ച് നെക്സ്റ്റ് ടാർഗറ്റ് നിങ്ങളാണെന്ന് പറഞ്ഞ് വോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കുന്നത് സേഫ് അല്ല. സോ ഐ പ്ലാൻ ടു ഷിഫ്റ്റ് യു ബോത്ത് ടു എ ന്യൂ ഹൗസ്. സ്പെഷ്യൽ സെക്യൂരിറ്റിയുള്ള പോലീസ് ഗസ്റ്റ് ഹൗസിലേക്കാണ് നിങ്ങളെ ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെടുത്തി ഈ കളി കളിച്ചത് ആരാണെങ്കിലും ശരി, അവനെ ഞാൻ വിടില്ല. അഞ്ജലി ആയാലും സൈക്കോശമായാലും എത്ര പെട്ടെന്ന് ഞാൻ കണ്ടുപിടിക്കും. ചേച്ചി, he is the chief security officer here. Hello, sir. Hello, sir. ചേച്ചി, സ്പെഷ്യൽ സെക്യൂരിറ്റി പോലീസ് ഗസ്റ്റ് ഹൗസ് ഇതാണ്. 24 hours ഇവിടെ പോലീസ് സെക്യൂരിറ്റി ഉണ്ടായിരിക്കും. ഗേറ്റിലും എപ്പോഴും പോലീസുകാരുണ്ടായിരിക്കും. ഇവരുടെ പെർമിഷൻ ഇല്ലാതെ ഈ ഗേറ്റ് കടന്നു വരാൻ ഒരു കൊതുകിന് പോലും പറ്റില്ല. നിങ്ങൾ ഇവിടെ ഉള്ള കാര്യം ഒരു കാരണവശാലും നമ്മളല്ലാതെ പുറത്തൊരാൾ പോലും അറിയാൻ പാടില്ല. എന്തായാലും ഈ കേസ് ഇവിടെ വരെ എത്തിയ സ്ഥിതിക്ക് അധികം വൈകാതെ ഒരു അവസാനം കാണും ഞാൻ. ചേച്ചി ചേച്ചി സമാധാനമായിട്ട് അകത്ത് വിട്ട് റിലാക്സ് ചെയ്യും. ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. പ്രിയ, December 31st സൈക്കോ ശ്യാമനെ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്ന ആ ദിവസം നിന്നെ അസിസ്റ്റ് ചെയ്യാനായിട്ട് 12 പോലീസുകാർ അന്ന് കൂടെ ഉണ്ടായിട്ടും ഒരു PCയെ കൊന്നിട്ട് സൈക്കോ ശ്യാമ അന്ന് എസ്കേപ്പ് ആയി. നീ പറയുന്നത് കൂട്ടി ആലോചിക്കുമ്പോ വീടിനുള്ളിലേക്ക് ഒരു കൊതുക് പോലും കേറില്ലായിരിക്കും. പക്ഷെ സൈക്കോ ശ്യാമിൽ ഇവര് രണ്ടുപേരും കൊതുകുകളെ പോലെ തന്നെയാ. You're right. So what do we do? എന്റെ ഒരു സ്റ്റഡി പ്രകാരം ഇതിന് പറ്റിയൊരു റൈറ്റ് പേഴ്സൺ എക്സ് കമാൻഡർ സെൽവ മുരുകൻ മാത്രം. ഇദ്ദേഹം മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ആയതിനു ശേഷവും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇദ്ദേഹത്തിന് ജോലിക്കെടുത്തു. ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ സോൾജേഴ്സ് ഇൻ ഇന്ത്യ ആർമി അവർ. വിത്തൗട്ട് എനി വെപ്പൺസ് വെറും കൈയോടെ 100ഓളം ആളുകളെ പിടിച്ചു നിർത്തണമെങ്കിൽ അദ്ദേഹം അത്രയ്ക്ക് ബുദ്ധിശാലിയാണ്. അങ്ങനെ ഒരാൾ കൂടെ ഉണ്ടെങ്കിലേ സൈക്കോ ശ്യാമിനെ പോലെ ഒരു വ്യക്തി ഒതുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. Okay, contact him. Pick up the call. Pick up the call. അഞ്ജലി, ഏയ് രേഖ, 3 ദിവസമായിട്ട് നിന്നെ വിളിക്ക. നീ ഇവിടെ പോയി കിടക്ക. ഒരു മെസ്സേജ് ഇല്ല, കോൾ ഇല്ല. എന്താ നിനക്ക് പറ്റിയത്? അത് പിന്നെ എന്താ അത് ഒന്ന് പറ. എന്താ അത് ഇതെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നെ? എവിടെ നീ? ആ സിനിമ എനിക്ക് ആകെ തലവേദന ആയിരിക്ക. പിന്നെ ആ ഡയറക്ടറുടെ ടോർച്ചറും. പീസ് ഓഫ് മൈൻഡിന് വേണ്ടി ഒരു ലോങ് ഡ്രൈവ് പോവാന്ന് വിചാരിക്ക. പ്ലീസ് നീയും കൂടെ വാ. കോളേജ് ഡേ ആൽബം നമുക്ക് ഓപ്പൺ ചെയ്യാം. എന്ത് പറയുന്നു? ഐ ആം ഓൾസോ മെന്റലി ഡിസ്റ്റർബ്. ജയിലിൽ കിടക്കുന്ന പോലെ ഒരു ഫീൽ എനിക്കും എവിടേക്കെങ്കിലും ദൂരേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ റിയ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ എവിടെയുണ്ടെന്ന് ആരോടും ഡിസ്ക്ലോസ് ചെയ്യരുതെന്ന്. സ്ട്രിക്റ്റ് ആയിട്ട് വോൺ ചെയ്ത് എന്നെ കൊണ്ട് പ്രോമിസ് ചെയ്യിച്ചു അവള്. ഞാൻ എന്താ ചെയ്യാ? ഹേ കമോൺ രേഖ, ഇപ്പോഴും കൊച്ചുകുട്ടികളെ പോലെ പ്രോമിസ് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്ന എന്തിനാ? ആരും കണ്ടുപിടിക്കാത്തൊരു സ്ഥലത്തേക്ക് ദൂരത്തേക്ക് പോവാം നമുക്ക്. ലെറ്റ്സ് ഹാവ് ദ ബെസ്റ്റ് ടൈം ഓഫ് അവർ ലൈഫ്സ്. പറ, നീ ഇപ്പൊ എവിടെയുള്ള? ഞാൻ എങ്ങോട്ടാ വരണ്ടേ? ഡോക്ടർ വിഷ്ണുവർദ്ധൻ റോഡിലുള്ള സ്പെഷ്യൽ പോലീസ് ഗസ്റ്റ് ഹൗസിലുണ്ട്. ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്യാം. ഗുഡ്. In 20 minutes, your joker will be right there. അഞ്ജലി, ഹലോ രേഖ, ഞാൻ ലൊക്കേഷനിൽ എത്തി.
2 minutes. I'll be there. നീ കാറിൽ തന്നെ ഇരിക്കേ, പുറത്തേക്ക് ഇറങ്ങണ്ട. ഞാൻ ദാ വരുന്നു. മാം, അവിടെ നിൽക്കണം. നിങ്ങളിത് എങ്ങോട്ടാ പോകുന്നേ? ചോദിച്ചു കേട്ടില്ല എങ്ങോട്ടാന്ന്. പ്ലീസ് അകത്തേക്ക് പോണം. നിങ്ങൾ പറയുന്നേ അകത്തേക്ക് പോവാൻ. എനിക്കൊരു എമർജൻസി കേസുണ്ട്. ഐ എം എ സൈക്യാട്രിസ്റ്റ്. പേഷ്യന്റിന്റെ ഫാമിലി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാ. ദയവേ തന്നെ പോവാൻ അനുവദിക്കണം. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ പെട്ടെന്ന് തിരിച്ചു വന്നോളാം. നിങ്ങൾ പറയുന്നതൊക്കെ ശരി. റിയ മാമിനോട് ഇൻഫോം ചെയ്യാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മൈ സിറ്റുവേഷൻ. എന്റെ സ്വന്തം കാര്യത്തിനു വേണ്ടി ഞാൻ മാറി നിൽക്കുന്നത് പേഷ്യന്റിനോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹമായിരിക്കും. ശരി മാം, പോയിട്ട് വാ. താങ്ക് യു. ഹായ്. ഹായ്. Can I drive? Okay. വേഗം കേറ്. എന്ത് കഷ്ടപ്പെട്ടാ ഞാൻ വന്നേന്നറിയോ? Actually, after a long time, I'm very, very happy. രേഖ, യു നോ വാട്ട്, എന്റെ ജീവിതം ഞാൻ നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. ലൈഫ് ഫുൾ എൻജോയ്മെന്റ് ആയിരുന്നു. ഐ ഫീൽ പിറ്റി ഓൺ യു രേഖ. നീ ഒരു സൈഡിൽ ഇന്ദിരാഗാന്ധിയെ പോലെ ജീവിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി, നാടിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് സ്റ്റക്കോൺ ആയിരിക്കുക. ഏയ് മണ്ടിക്കാളി, നീ ഒന്നും മിണ്ടാതിരിക്കെ. ശരി. ഐ എം വെരി ഹാപ്പി വിത്ത് വാട്ട് ഐ ഡു. അയ്യോ കഴുത. ഞാൻ പ്രശസ്തിയാണ്. എനിക്ക് നല്ലൊരു ഭർത്താവുണ്ട്, നല്ലൊരു അനീതിയുണ്ട്. ഇതിൽ കൂടുതൽ എന്താ എനിക്ക് വേണ്ടേ? നീ ഒരു മണ്ടിയ. ഞാൻ പറയുന്ന സെക്ഷനെ വേറെയാ. ഓ ആണോ? യു വോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഓ അങ്ങനെയാണോ? I have no complaints in my life. I've been there, done that. ഓ പിന്നെ പിന്നെ Crazy life. Hey, slow down yaar. നിനക്ക് ഇപ്പോഴേ പേടിയായോ? എന്തിനാ വെറുതെ ഇത്രയും സ്പീഡിൽ വണ്ടി ഓടിക്കുന്നത്? ഐ എം ഓൾസോ ക്രേസി. നീ എന്താ വല്ല റേസിന് പോവാണോ? മൈക്കൽ ജൂമേക്കറെ ബീറ്റ് ചെയ്യാനുള്ള പരിപാടി? നീ കൂടെ ഉള്ളപ്പോ ഇതൊക്കെ ഒരു രസല്ലേ? നിനക്ക് ഞാനൊരു സ്ഥലം കാണിച്ചു തരാം. ഞാൻ കുഞ്ഞായിരിക്കുമ്പോ ഇവിടെ എപ്പോഴും വരാറുണ്ടായിരുന്നു. ഇവിടുന്ന് ലെഫ്റ്റ് ആണെന്ന് തോന്നുന്നു. ബിറ്റ്വീൻ ദ ഡെഡ്ലി റെയിൽവേ ട്രാക്സ് ആൻഡ് എ ഡീപ് റിവർ. അവിടെ ഒരു വലിയ തെങ്ങിൻ തോപ്പുണ്ട്. ഞാൻ നിനക്കൊരു സൂപ്പർ ലൊക്കേഷൻ കാണിച്ചു തരാം. Oh my God. ചെറുതിലെ കളിക്കാനായിട്ട് ഞാൻ ഇവിടെ കുറെ പ്രാവശ്യം വന്നിട്ടുള്ളതാ. അഞ്ജു ബാഗ് ഒന്ന് പിടിച്ചേ. Give me your bag. നീ എന്തിനാ ബാഗുമായിട്ട് നടക്കുന്നത്? ഇങ്ങോട്ടാ. അതൊന്നും കുഴപ്പമില്ല. ഈ സ്ഥലം നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ. അതല്ലേ പറഞ്ഞേ. ദേ അങ്ങോട്ട് നോക്കിയേ. ആ ലേക്ക് മുതല് ഈ അറ്റം വരെ ഞങ്ങളുടെ സ്ഥലമാ. ചൂടുകാലത്ത് ഈ വെള്ളത്തിൽ നീന്താൻ എന്ത് സുഖാന്നറിയോ? നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ. സ്വിമ്മിംഗ് കോസ്റ്റ്യൂം എടുക്കാൻ ഞാൻ മറന്നുപോയല്ലോ. ഓ അങ്ങനെ നിന്റെ പ്രോപ്പർട്ടിയിലേക്ക് കാണിക്കുന്നേ?
അഴിച്ചുവിട്. എടി പിഴച്ചവളെ, ഇങ്ങോട്ട് നോക്കടി. നീ കാരണം എത്ര കുടുംബങ്ങളാ തകർന്നത്. നിനക്ക് എന്തായി പറ്റിയേ? എന്നെ അഴിച്ചുവിട്. അഴിച്ചുവിട്. ചാവ്, ചാവ് നീ, ചാവ്, ചാവ്. प्रपोहं पापकर्मेकम् पापसम्पादक्षमते पापपरिहारो रक्तप्रोक्षणमावश्यम्। അഞ്ജലി ആയിരുന്നില്ലേ തന്റെ പ്രൈം സസ്പെക്ട്. ദേ ഇപ്പൊ കണ്ടില്ല അവൾക്ക് എന്താ സംഭവിച്ചതെന്ന്.